കോട്ടയുടെ കടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ചില പാർശ്വഭിത്തികളൊക്കെ ചില ഇതായിട്ട് കാണാം. അവിടെ ഒരു ഒരു പാറ കാണുന്നത് കണ്ടോ, അതൊക്കെ ചില ഒരു പാർശ്വഭിത്തികളാണ്. ഇതൊക്കെ അതിൻ്റെ മുകളിലുള്ള മുകൾ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഇങ്ങനെയുള്ളൊരു സൈഡ് വാളാണ്, കോട്ടയുടെ സൈഡ് വാളാണ്. രാമഗിരി ഫോർട്ടിൻ്റെ സൈഡ് വാളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ ഉൾപ്രദേശം. അതാണ് കോട്ടയുടെ ഉൾഭാഗമാണിത്, ഈ കാട് പിടിച്ച് കിടക്കുന്നത് കോട്ടയുടെ ഉൾഭാഗമാണ്. താഴെയാണ് കിടങ്ങ് ഉള്ളതാണ് സ്ഥലമാണ് താഴെ. കോട്ടയുടെ താഴ്ഭാഗമാണ് ആ താഴ്ച നിങ്ങളീ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു പട നയിച്ച അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ സൈന്യം താവളം ഉറപ്പിച്ച ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. ആ കോട്ട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആമയൂർ സ്ഥലത്താണ് എന്നുള്ളത് അതിലേറെ ചാരിതാർത്ഥ്യം നമുക്ക് നൽകുന്നതാണ്. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പല സൈനിക പടയോട്ടങ്ങൾക്കും നേതൃത്വം നൽകിയത് ഈ കോട്ട കേന്ദ്രീകരിച്ചിട്ടാണ്. ഹൈദരാലിയുടെ കാലത്ത് ഈ കോട്ട വേണ്ടത്ര രീതിയിൽ പരാമർശിക്കപ്പെട്ടില്ലെങ്കിൽ കൂടെ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ ഇതിനെ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. വില്യം ലോഗൻ്റെ മലബാർ മാനർ എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിൽ ഈ കോട്ടനെ പറ്റിയിട്ട്, അതായത് രാംകേരി എന്നുള്ള പേരിലാണ് ഈ കോട്ടനെ വില്യം ലോഗൻ പരാമർശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ, അതായത് ടിപ്പുവിൻ്റെ കാലശേഷം ടിപ്പുവിൻ്റെ സൈന്യം ഇവിടെ നിലയുറപ്പിച്ചു. കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് ലഭിക്കാൻ അവർ മടങ്ങിപ്പോയില്ല. അവരിൽ കുറേ ആളുകൾ ഇവിടെ നിലയുറപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്.